ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല, ആ മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ വിവരം കെട്ട മന്ത്രി പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു. ഇത്രയും വിവരമില്ലാത്തവരൊക്കെ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നു എന്ന് ആ സ്ത്രീക്ക് അറിയില്ല. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിനെ ക്ഷണിച്ചുകൊണ്ട് ഒന്ന് സ്റ്റേജിക്കൊണ്ടിരുത്തിയിട്ട് ഏതോ ഇരുട്ടത്തിരുന്ന് ഒരു പെണ്ണെന്തിനോ കൂവേ വിളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ അയാൾ പ്രതികരിച്ചില്ല എന്ന്. അത് ആരെന്ന് അയാൾക്ക് അറിയണം. എനിക്കറിയില്ലായിരുന്നു. ഈ പേപ്പറിൽ കണ്ടപ്പോൾ ഇവരാണ് പുഷ്പവല്ലി. നമുക്കറിയാമോ ഈ പുഷ്പവല്ലിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ മന്ത്രിമാരൊക്കെ കാണിക്കുന്ന തെമ്മാടത്തരങ്ങളുണ്ടല്ലോ, വെറും വൃത്തിയായിട്ട വർത്തമാനങ്ങളല്ലേ പറയണേ. ബിന്ദു അവർക്ക് സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ പിടിച്ച് അകത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ കാണിക്കുന്നതൊക്കെ ശുദ്ധ പോഷ്കാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ പറഞ്ഞില്ല ജാതി. അയാൾ ജാതി പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും SC/ST പെൺകുട്ടിക്ക് പൈസ കൊടുത്താലും ഈ 1.5 കോടിയൊന്നും കൊടുത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയൊന്നും വെച്ച് ചെയ്യേണ്ട. 50 ലക്ഷം രൂപ കൊടുത്ത് വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന 2 പടത്തിന് കൊടുക്കുന്ന 3 കോടി 6 പേർക്ക് സംവിധായികയാവാം. പിന്നെ ഇവരെ ഒരുപാട് പേര് പറ്റിക്കും. അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് 3 മാസം കർശനമായ ഇത് കൊടുക്കണം. ഒരു കോഴ്സ് പങ്കെടുപ്പിക്കണം. സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കാനാക്കണം. കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികളുണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോഴാണ് ഈ പുഷ്പവല്ലി എന്ന് പറഞ്ഞാൽ ചാടി കഴിച്ചാൽ നീ ആടാ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരുട്ടത്തിരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന 80 വയസ്സ് 90 വയസ്സായ മനുഷ്യന് കാണാൻ പറ്റും. അവരെ ഞാൻ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവരെ ആർക്കും കാണാൻ പറ്റില്ല. ഒരു തൂണിൻ്റെ മറവിൽ ഇരുന്നുകൊണ്ട് അവിടെ കിടന്ന് പോയെന്ന് വിളിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ആരെന്ന് ആർക്കാ മൈക്ക് കൊടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം കേട്ടത്. ഇന്ന് നോക്കിയപ്പോൾ വാസവൻ ഒഴിച്ച് എൻ്റെ വേവിനെയൊക്കെ വായിൽ സ്റ്റിച്ചിട്ടോന്നാണ് ഞാനിങ്ങനെ. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ വെച്ച് പുസ്തകം എഴുതിയ ആളാണ്. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. മിണ്ടിയിട്ടില്ല കമാന്നൊരക്ഷരം. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതികരിച്ചു. രൂപത എന്നൊക്കെ പറഞ്ഞ് രൂപതയെ വരെ കളിയാക്കിയ ആളാണ്. പക്ഷേ ഈ കേസിൽ എന്താ MA ബേബിക്ക് അഭിപ്രായം? വാസവൻ ഒഴിച്ച് വേറെ ഒറ്റ എണ്ണം മിണ്ടിയില്ലാന്ന്. ഒരു സിനിമാക്കാരനല്ലേ ഗണേശൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് ഗണേശനോട് പ്രതിഷേധമുണ്ട്. ഗണേശൻ്റെ വായിൽ എന്തായിരിക്കണേ? അയാളെന്താ വായിലോ കുന്നിലപ്പനാണോ? അയാൾ പ്രതികരിക്കണ്ടേ? ഒറ്റ എണ്ണം പ്രതികരിച്ചില്ല. കാരണം അടൂർ ഈ കേട്ടോ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളാണ് അടുക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിലെ ഒരാളുടെയും സപ്പോർട്ട് കിട്ടില്ല. ഇവിടെ BJPയുടെ ഒരു സപ്പോർട്ടും അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന പാർട്ടി അങ്ങനെ എടുത്ത് താറെടുക്കാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ ഫലത്തിൽ അദ്ദേഹത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ കമൻറ്റിൻ്റെയൊക്കെ താഴെ നിന്ന് എഴുതിയിരിക്കുക ഇയാൾ നായരായതുകൊണ്ട് BJP ആണ്. അയാൾ BJPക്കെതിരെ സംസാരിക്കുന്ന ആളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനമല്ലേ. എന്നിട്ട് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ, ബിജു പ്രഭാകരൻ എന്തോ ഒരു കേട്ടല്ലോ, അവൻ്റെ ഫേസ്ബുക്കിൽ കുറേ പേരെ കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനം ബിജു ആണെന്ന്. ബിജുവിൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പുല്ലുമല്ലാന്ന്. ഇതൊക്കെ ഒരു എലിപ്പത്തായി മതി എന്നേ. 100 വർഷം ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണനെ ഓർക്കാൻ ഒരു എലിപ്പത്തായി മതി. യവനെന്നോ അതൊന്നും അറിഞ്ഞിടുന്നേ. അവനൊക്കെ ജാതിയുടെ പേര് പറഞ്ഞ് കളിക്കുന്ന വൃത്തികെട്ടവന്മാരാണ്. കലാകാരന്മാർക്ക് ജാതി പാടില്ലെന്ന്. രാഷ്ട്രീയക്കാരനും കലാകാരനും ജാതി പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതിന് പകരം 24 മണിക്കൂർ എനിക്ക് ജാതി കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ അതെല്ലാം നേടുക. അത് കഴിഞ്ഞിട്ട് ജാതിക്കെതിരെ ഇയാൾ നായരെന്ന് പറയുന്നു അടൂർ. എനിക്കത് പറഞ്ഞില്ല കേട്ടോ. അടൂർ നായരാണോ നമ്പ്യാരാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഒരു കലാകാരൻ്റെ ജാതി ഞാൻ അന്വേഷിക്കാറ്. പക്ഷേ ഈ ബിജു എന്നൊക്കെ പറഞ്ഞു, ഡോക്ടർ ബിജു എന്നൊക്കെ പറഞ്ഞു, എത്ര വിവരം കിട്ടുമെന്ന് ആലോചിക്കുക. എങ്ങനെ ഹോമിയോ ഡോക്ടറായെന്നാണ് ഞാൻ ജാതി പറഞ്ഞ് കളിക്കുക. എന്നിട്ട് അവനും അടൂരുകാരനാണ്. അതുകൊണ്ട് അടൂരിൽ ഒരുത്തം മതി എന്നാണ്. അതായത് ഞാൻ മതി. ഇയാൾ 10-90 വയസ്സായില്ല, ഇനി ഇയാൾ വേണ്ടാന്നാണ്. ഇയാൾ ഏത് പുല്ല് സംവിധാനം എന്നാണ് ഒരുത്ത അതിൽ എഴുതിയിരിക്കുന്നത്. ഇവനൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ? ആലോചിച്ച് ഒരു നല്ല വൃത്തിയുള്ള സിനിമ എടുത്തിട്ടില്ല ഈ ഡോക്ടർ ബിജു. അവനാണ് അടൂർ ഒരുപാട് കാലം ജീവിക്കട്ടെ. പിന്നെ ഈ മറഞ്ഞുപോയ ജാതി സമ്പ്രദായത്തിന് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് സാറിന് ഉദാഹരണം ഇപ്പൊ തന്നെ വേടന്റെ പാട്ട് തന്നെ അതിൽ തന്നെ ജാതിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ഇവരെന്നെ ഇപ്പൊ ജാതി പറഞ്ഞാണ് എല്ലാവരും പറയുന്നത്. ഓരോ നായരെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ജാതി പറഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. ജാതി പറയുന്നവനെ കൊണ്ടുനടക്കാൻ ആളുണ്ട്. ഞാൻ പാവപ്പെട്ട ജാതിയിൽ അല്ലെങ്കിൽ എന്തോ അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ അതിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയാണ്. ഇവിടെ നായന്മാർ ജീവിക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയാവൂ. ഞാൻ ഒരുപാട് പേരെ കാണുന്നോണ്ട് പറയാം. ലോട്ടറി ടിക്കറ്റ് പറ്റിയ സംവിധാനം അയ്യപ്പൻ നായർ വട്ടിയൂർക്കാവ് ബസ് സ്റ്റാൻഡിലിരുന്ന് വിൽക്കുന്നത്. ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുക, എന്നിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയും. മഹാത്മാഗാന്ധിജി ഹരിജൻ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. ഇപ്പൊ ഹരിജൻ എന്ന് പറഞ്ഞ കേസ് മനസ്സിലായോ? ഗാന്ധിജി പറഞ്ഞത് ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഹരിജൻ എന്ന് വിളിച്ചാൽ വിവരമാണ്. എല്ലാ ആനുകൂല്യം വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫാഷനാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞൊരു വിരോധമില്ലേ, നാരായണ ഗുരുവിനെ വിറ്റ് നിന്ന് എന്തൊക്കെ വിവരക്കട അയാൾ പറയണേ, എന്തൊക്കെയാ പറഞ്ഞത്. അയാൾ ജാതി പറയരുതെന്നാണ് നാരായണ ഗുരു പഠിപ്പിച്ചത് അല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും. ഇപ്പൊ ഒരു ജാതി ഈഴവ ജാതി,
ഒരു മതം ഞങ്ങളുടെ ഹിന്ദു മതം, ഒരു ദൈവം എന്നാണ് നാരായണ ഗുരു, വേറെ ഒരു പുല്ലനൂടെ വേണ്ടാന്നാണ് അയാൾ പറഞ്ഞത്. അയാളെയൊക്കെയാണ് പിണറായി വിജയൻ എടുത്തുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക നായകനായിട്ട്. അയാൾ പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടില്ലേ കുമാരനാശനേക്കാളും മുകളിലാണ് ആര് ഈ വിവരം കിട്ടാൻ. അതാണ് ഈ നാട്. 10 വോട്ടിന് വേണ്ടി എൻ്റെ പാർട്ടി ഇത്രയും അധപ്പതിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ്. എൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വിവരക്കേടുകൾ എപ്പോഴേ പിണറായി മിടുക്കനാണ്, പക്ഷേ വിവരം കെട്ട വർത്താനമാണ് ഈ അടുത്ത കാലത്തൊക്കെ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിലെ സാംസ്കാരിക നായകൻ. വാ തുറന്നാൽ വികട സരസ്വതി മാത്രം പറയുന്ന, തെറി മാത്രം പറയുന്ന ഒരുത്തനാണോ? അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് മൊത്തം വിറ്റ് തിന്നുന്ന ഒരുത്തനാണോ കേരളത്തിലെ സാംസ്കാരിക നായകൻ? കുമാരനാശാനേക്കാളും മുകളിലാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പറഞ്ഞാലേ ഞാൻ അകത്താവും കേട്ടോ, ജാമ്യം കിട്ടാൻ. ഈ സത്യങ്ങൾ ഇങ്ങനെ ആരെയും പേടിക്കാതെ വിട്ടു തുറന്ന് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ നേരെ വാ നേരെ ഒന്നും ഇങ്ങനെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഈ പീഡന കേസിന്റെ കഥ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ, നീ ഇന്ന ആളിനുമായിട്ട് ഒരു പെണ്ണുമായിട്ട് രഹസ്യബന്ധം ഇല്ലായിരുന്നു ചോദിച്ചു നോക്കി. ഞാൻ സിനിമയിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരാൾ പറ, അല്ലെങ്കിൽ ഞാൻ ഒരാളെ എന്ത് വേണോ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വെള്ളം അടിച്ച് അകാലത്ത് ചത്തോരെ കുറിച്ച് പറഞ്ഞു, നീ വെള്ളം അടിക്കില്ലെന്ന് എന്റെ ചോദിച്ചു. ഇങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരന്മാരിവിടെ കുറവാണ്. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ്? ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കേട്ടിരുന്നു. ശരി വളരെ നന്ദിയുണ്ട്.